തൃശൂർ CPM-ലെ ശബ്ദരേഖാ വിവാദത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന് പാർട്ടി ഇന്ന് നോട്ടീസ് നൽകും. ശബ്ദ സന്ദേശത്തിലെ ആരോപണങ്ങളിൽ 3 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. ഇന്നലെയാണ് CPM-ലെ മുതിർന്ന നേതാക്കൾക്കെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണത്തിന്റെ ശബ്ദരേഖ പുറത്തുവന്നത്. ശരത് പ്രസാദിന്റെ വിശദീകരണം കേട്ട ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. അതേസമയം CPM-ൽ വ്യക്തികൾ പോയി ഫണ്ട് പിരിക്കാറില്ല എന്ന് AC മൊയ്തീൻ വ്യക്തമാക്കി. നേതാക്കൾ ഒരുമിച്ച് പോയാണ് പണം പിരിക്കുന്നതെന്ന് AC മൊയ്തീൻ പറഞ്ഞു. എന്താണ് അങ്ങനെ ഉണ്ടാവാൻ കാരണം? തെറ്റായ ഇത്തരമൊരു കാര്യം ഇങ്ങനൊരു ശബ്ദരേഖയുടെ രൂപത്തിൽ വരാനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ വിശദീകരണത്തിന് ശേഷം പാർട്ടി തീരുമാനമെടുക്കും. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഫണ്ട് പിരിക്കുന്നതിന് വ്യക്തികൾ പോയി ഫണ്ട് പിരിക്കാറില്ല. പാർട്ടി ഫണ്ട് പിരിക്കുന്നത് കൂട്ടായി പാർട്ടി തീരുമാനത്തിൻ്റെ ഒറ്റയ്ക്ക് പോയി പിരിക്കാതെ നേതാക്കൾ ഒരുമിച്ച് പോയിട്ടാണ് ചെയ്യാറുള്ളത്. അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പാർട്ടി കണക്കും കൊടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് കണക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് വസ്തുതയുമായി പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. MS ലിഷോയ് വിവരങ്ങളുമായുണ്ട്. ലിഷോയ്, ഇതാ ഇപ്പോൾ AC മൊയ്തീൻ്റെ വിശദീകരണം വരുന്നുണ്ട്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിക്ക് മുമ്പിൽ ഗുരുതരമായ ചില പ്രതിസന്ധികളുണ്ട്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകളാണ് ഇന്നലെ കേരളം മുഴുവൻ കേട്ടത്. പാർട്ടി നേതാക്കളെ പണവുമായി ബന്ധപ്പെട്ട് സംശയത്തിൻ്റെ മുനയിൽ നിർത്തുന്ന വാക്കുകളാണവ. എന്തൊക്കെയാണ് CPM കൂടുതലായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഇന്നലെ തന്നെ ശരത് പ്രസാദ് വീണ്ടും വൈകുന്നേരത്തോടു കൂടി ഈ ഒരു വിഷയത്തിൽ ഈ ശബ്ദരേഖയെ തള്ളിക്കൊണ്ട് ഫേസ്ബുക്കിൽ പ്രതികരിച്ചിരുന്നു. പക്ഷേ അതേസമയം തന്നെയാണ് പിന്നീട് ഇന്നിപ്പോൾ പാർട്ടി ഒരു വിശദീകരണം ചോദിക്കുന്നത്. ഇങ്ങനെ തൻ്റേതല്ലാത്ത ഒരു ശബ്ദരേഖയാണ് പ്രചരിക്കുന്നത് എന്നുള്ളതായിരുന്നു. അതിൻ്റെ ആധികാരികതയൊക്കെ തന്നെ പരിശോധിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ശരത് പ്രസാദ് പറഞ്ഞത്. എങ്കിൽ പോലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഗുരുതരമായൊരു കാര്യമായി തന്നെയാണ് കണക്കാക്കുന്നത്. ഇത് ശരത് പ്രസാദിൻ്റെ ശബ്ദരേഖയായി തന്നെയാണ് അവരും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വിശദീകരണം ചോദിക്കുന്നത്. ഇന്നലെ തന്നെ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിക്ക് വിശദീകരണം ചോദിക്കുമെന്നുള്ള കാര്യം CPM ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ ഈ നോട്ടീസ് നൽകും. നോട്ടീസ് നൽകി 3 ദിവസത്തിനകം ഈ വിശദീകരണം എഴുതി വാങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. അതായത് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ശരത് പ്രസാദ് തെറിക്കാൻ വരെ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം അത് ഈ ശബ്ദരേഖയെ ശരത് പ്രസാദ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തള്ളി പറഞ്ഞുവെങ്കിൽ പോലും ഇത് ശരത് പ്രസാദിൻ്റെ തന്നെ എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ് പാർട്ടി നേതൃത്വവും. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ ശബ്ദരേഖയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ AC മൊയ്തീൻ്റെ വാക്കുകൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ ശബ്ദരേഖയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവാസ്തവമാണ്. ഈ പാർട്ടി ഘടകത്തിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല പോയി ഫണ്ട് പിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ തനിക്ക് മുതിർന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതരായ ഒരുപാട് ആളുകളുമായി ബന്ധമുണ്ട്. അത് ഇത്രയും വർഷത്തെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി തനിക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു ബന്ധങ്ങളാണ്. അതല്ലാതെ താൻ പണം പിരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ബന്ധങ്ങളല്ല എന്നുള്ള ഒരു വിശദീകരണമാണ് AC മൊയ്തീൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതായത് ഈ ശബ്ദരേഖയെ തള്ളാതെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ പാർട്ടി വിശദമായ ഒരു വിശദീകരണം ചോദിച്ച് അതിൽ നിന്ന് എന്താണ് ശരത് പ്രസാദിന് പറയാനുള്ളതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കേട്ട് ഉചിതമായ തീരുമാനം എടുക്കുമെന്നുള്ളതാണ്. മിക്കവാറും അതിൽ കടുത്ത നടപടികളിലേക്ക് CPM പോകാൻ തന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ശരത് പ്രസാദിന്റെ വാക്കുകൾ പോയേക്കുമെന്ന സൂചന ലിഷോയ് നൽകുന്നുണ്ട്. ഒരു പ്രതികരണം കൂടി നേരത്തെ മൊയ്തീൻ നടത്തിയിരുന്നു. അതിങ്ങനെയാണ്: തന്നെ ആക്ഷേപിക്കുന്ന എല്ലാവരും പരിശുദ്ധന്മാരാണോ എന്ന് പരിശോധിക്കണം എന്ന് മൊയ്തീൻ പറയുന്നു. അനിൽ അക്കരയ്ക്കാണ് AC മൊയ്തീൻ്റെ ഈ മറുപടി. തൃശ്ശൂരിലെ കോൺഗ്രസിലെ സാമ്പത്തിക വിഷയങ്ങൾ സുതാര്യമാണോ എന്ന ചോദ്യം മൊയ്തീൻ ചോദിക്കുന്നു. ആദായ നികുതി വകുപ്പിന് കണക്ക് കൊടുക്കുന്നുണ്ടോ എന്നുകൂടിയുള്ള ചോദ്യം AC മൊയ്തീൻ്റെ ഭാഗത്തു നിന്നുണ്ട്. തൃശ്ശൂരിലെ കോൺഗ്രസ് വളരെ സുതാര്യമായി സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരാണല്ലോ. ഒരാളുടെ അഭിമുഖം ഞാൻ കേട്ടു. കേസിൽ പ്രതിയായ ഒരാളാണ്, മുൻകൂർ ജാമ്യം എടുത്ത് രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരാളുണ്ട്. മറ്റൊരാൾ പറയുന്നതിനെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയ മാന്യത നിലനിർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും നാട്ടുകാരെ അന്വേഷിച്ചോട്ടെ. അതാണ് മൊയ്തീൻ അക്കാര്യത്തിൽ പറയാനുള്ളത്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന് എന്ത് പറയാനുണ്ട് എന്നുള്ള വിവരം
കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ലഭ്യമാകുമ്പോഴേ വരികയുള്ളൂ. അനിൽ അക്കരെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ലിഷോയ് തുടരുന്നുണ്ട്. ലിഷോയ്, CPM-നെ സംബന്ധിച്ച് തൃശ്ശൂരിൽ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരത്തെയും തലവേദനയായിട്ടുണ്ട്. നമുക്കറിയാം, സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട വിഷയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന, AC മൊയ്തീൻ അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റഡാറിലായിരുന്നു എന്ന് മാത്രമല്ല നടപടികളുണ്ടായിരുന്നു. തൃശ്ശൂർ CPM-ന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന നടപടി ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇങ്ങനെ തൃശ്ശൂരിലെ CPM-ന്റെ അക്കൗണ്ടുകളും അതുപോലെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങളും ഒക്കെ സാമ്പത്തിക കാര്യ ഏജൻസികളുടെ നിരന്തരമായിട്ടുള്ള പരിശോധനകളിലാണ്, സ്ക്രൂട്ടിനികളിലാണ്. പുതിയ വിവാദം അതിലേക്ക് കൂടുതലായി എന്തെങ്കിലും ചേർത്ത് കൊടുക്കുമോ എന്ന ഭയം ഇപ്പോൾ പാർട്ടിക്കുണ്ടോ? അതായത് അനിലക്കരയുടെ ഇന്നലത്തെ ഒരു പ്രതികരണം നമ്മൾ കേട്ടതാണ്. അതായത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സിന് കൂടി പരാതി നൽകുന്നുണ്ട്. ഇഡിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നുവെങ്കിൽ പോലും യാതൊരു വിധത്തിലും കൃത്യമായ നടപടികൾ ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഇനി ഇഡിക്ക് പരാതി നൽകുന്നില്ല. ഈ പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്, ആദായ നികുതി വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട് താൻ പരാതി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അനിലക്കര പറയുന്നത്. അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തൃശ്ശൂരിലെ CPM-ന്റെ സാമ്പത്തിക വിഷയങ്ങൾ സംബന്ധിച്ച് വലിയ തോതിൽ ചർച്ച ഉയർന്നു വരികയാണ്. നേരത്തെ കരുവന്നൂർ കേസുണ്ടായ സമയത്ത് വലിയ തോതിൽ ചർച്ചയായിരുന്നു ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമൊക്കെ തന്നെ. അതുമാത്രമല്ല, അതിനുശേഷം CPM-ന്റെ അക്കൗണ്ട് വരെ ഫ്രീസ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് എത്തിയിരുന്നു. പക്ഷേ CPM നേതാക്കൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് പ്രതികരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, അന്ന് ഇത്തരത്തിലുള്ള എല്ലാ തലത്തിലുമുള്ള അന്വേഷണങ്ങൾ നടത്തിയിരുന്നല്ലോ, എന്നിട്ടും ഒന്നും തന്നെ ഉണ്ടായില്ലല്ലോ. യാതൊരു വിധത്തിലും CPM നേതാക്കൾക്കെതിരെ കൃത്യമായ ഒരു തെളിവ് കണ്ടെത്താനായി അന്ന് അന്വേഷണ ഏജൻസികൾക്കൊന്നും തന്നെ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ഈ ഒരു വിഷയവും ആ രീതിക്ക് തന്നെയാണ് അവർ കാണുന്നത്. അവർക്ക് വലിയ ഭയപ്പാടൊന്നുമില്ല. കാരണം ഇതിലും വലിയ അന്വേഷണങ്ങളൊക്കെ തന്നെ നേരിട്ടതാണ് എന്നുള്ള ഒരു നിലപാടാണ് CPM നേതാക്കൾക്ക് ഇപ്പോൾ ഉള്ളത്. എന്തായാലും